ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ അർജുൻ്റെ കുടുംബം നടത്തിയ പത്രസമ്മേളനം, അതിന് ബദലായിട്ട് മനാഫിക്ക പറഞ്ഞിട്ടുള്ള മറുപടി, ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ മുഖ്യധാരാ ചാനലുകളും ഈ ഒരു വിഷയം പൊടി തട്ടി കൊണ്ടുവന്നായിരുന്നു. എല്ലാ സോഷ്യൽ മീഡിയ ചാനലുകളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കൃത്യമായി പറയാൻ ശ്രമിച്ചത്, ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ എന്ന് പറയുന്നതിൽ ചില ആൾക്കാർ, എല്ലാവരും പറഞ്ഞില്ല, ചില ആൾക്കാർ ആ കുടുംബം പറയുന്ന കാര്യങ്ങളല്ല തിരിച്ചു വന്ന് മനാഫിക്കയോട് പറയുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂ പോലെ നടത്തുന്ന സമയത്ത് അതിലെ റിപ്പോർട്ടേഴ്സ് അതിനുള്ള കൃത്യമായിട്ടുള്ള ബൈറ്റ് അടക്കം ഞാൻ അവിടെ വെച്ചിട്ട് തെളിവടക്കം നിരത്തിക്കൊണ്ടാണ് പറഞ്ഞത്. ഇതിൻ്റെ തുമ്പും വാലും കേട്ടിട്ട് മാത്രം ചില കമൻറ്റോളികൾ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകണം കേട്ടോ. അപ്പോൾ ആ കമൻറ്റോളികൾക്കുള്ള ശരിയായിട്ടുള്ള മറുപടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, മനാഫിക്ക നന്മ നിറഞ്ഞൊരു മനുഷ്യൻ തന്നെയാണെന്ന് നിങ്ങളാരും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിനുള്ള തെളിവ് എൻ്റെ ഈ പറയുന്ന ഞാൻ മുന്നിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഹെഡിങ്ങും ബാക്കി കാര്യങ്ങളും അതിൻ്റെ തെളിവുകളടക്കം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, തംബ്നെയിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് മഹാന്മാർ പോയി കാണുക. കാരണം നിങ്ങൾ ഈ പറയുന്ന എത്രയോ അർജുനെ കാണാതായതിനു ശേഷം നിങ്ങളൊക്കെ എത്ര നാൾ, അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബിൽ പ്രമുഖ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളടക്കം എത്ര നാൾ ഈ ഒരു വീഡിയോ ആഘോഷിച്ചു അല്ലെങ്കിൽ ഭയങ്കര റേറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി എന്നുള്ളത് കൃത്യമായി എനിക്കും അരിയാഹാരം തിന്നുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം, എല്ലാ ചാനലുകളായാൽ പോലും. കാരണം ആ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ട്രജർ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ കാലം അവിടെ ഒരു പ്രവർത്തനം ഇല്ലാതിരുന്ന സമയത്ത് ഒരു ചാനലുകളിലും ഈ ഒരു വീഡിയോ കാണുന്നത് ഞാൻ കണ്ടില്ല. ഇതിനിടയിലും ചില വാർത്തകൾ നല്ല രീതിക്ക് വരുന്നുണ്ടായിരുന്നു. മനാഫിക്ക കള്ളക്കടത്തുകാരനായിരുന്നു, ചന്ദനത്തടി കടത്തുകാരനായിരുന്നു. ഇതിനെതിരെ ആരും തന്നെ ഒരു വലിയ ചാനലുകളും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടില്ല, ഒരിടത്തും കണ്ടില്ല. ആ സമയത്തും കുറേ പേര് ഇപ്പം പറഞ്ഞതുണ്ട്, വ്യൂസ് കൂട്ടാൻ വേണ്ടി, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടെന്ന്. ഞാൻ അന്നും വീഡിയോ ചെയ്ത ആളാണ്. എന്ന് മുതലാണോ അർജുൻ ഇഷ്യൂ വന്നത്, കണ്ടിന്യൂസ് ആയിട്ട് മാസത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന 3 ആഴ്ച കൂടുമ്പോഴെങ്കിലും കൃത്യമായി ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. ഇതിൻ്റെ അപ്ഡേറ്റ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിൽ വ്യൂസ് ചിലതെന്ന് പറയുന്നത് 200-300 പോയിട്ടുള്ള, ഞാൻ അത് നോക്കിയല്ല അടുത്ത വീഡിയോ ഇട്ടത്. കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നോക്കിയല്ല. എനിക്ക് ഈ വിഷയത്തിനോട് എനിക്കൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചുമ്മാതെ നിങ്ങളൊക്കെ പറയുന്നത്, ചില ആൾക്കാർ പറയുന്നത് കേട്ടു, ആ കുടുംബം കാണിക്കുന്നത് കാണിച്ചുകൊണ്ട് അർജുനെ പോലും വെറുത്തു പോകാമെന്ന്. അങ്ങനെ വെറുത്തു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അർജുനെ സ്നേഹിച്ചില്ല, നിങ്ങൾക്കൊരു ആത്മാർത്ഥത ഇല്ലാന്ന് തന്നെയാണ് അർത്ഥം. എൻ്റെ ആത്മാർത്ഥത അല്ലെങ്കിൽ എൻ്റെ സിൻസിയാരിറ്റി, ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ്. അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ തരേണ്ട ബാധ്യതയും എനിക്കാണ്. അതിനുള്ള തെളിവാണ് ഞാൻ പറഞ്ഞ തംബ്നെയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് മുതലേ ഞാൻ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ അറിയുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണുന്നതും കാണാതിരിക്കുന്നതും എൻ്റെ പ്രശ്നമല്ല. ചില വീഡിയോ കയറിപ്പോവും, ചില വീഡിയോ ആരും കാണാതെ അവിടെ കിടക്കും. എന്തുകൊണ്ട് ഞാൻ അതിൻ്റെ പിറകെ പോകാതിരുന്ന ഒരാളൊന്നുമല്ല. അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളീ പൊക്കി പിടിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്ന, എന്തോ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഇത് പൈസ വാങ്ങിച്ചിട്ട് മനാഫിക്കയെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ കമൻറ്റുകളാണ് വന്ന് വിളിച്ചു പറയുന്നത്, തുമ്പും വാലും കേട്ടിട്ട് മാത്രം. ആ മനാഫിക്ക അന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞ കമൻറ്റുകളാണ് നിങ്ങൾ ഇന്നായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിരിക്കും ഈ പറയുന്ന വലിയ വലിയ ചാനലുകളിലടക്കം അല്ലെങ്കിൽ അളിയൻ എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്ന സമയത്തായിരിക്കും മനാഫിക്കയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പോലും അറിയുന്നത്. ഞാനിത് 1 മാസം മുന്നേ അറിഞ്ഞ വ്യക്തിയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു ചാനലിൽ നിന്നൊരു കമൻറ്റ് വരുന്നു, ഞാൻ മനാഫാണ്, മനാഫ് താങ്ക് യു സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. കാരണം ലോറി ഉടമ മനാഫ് എന്നായിരുന്നു എൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പം ഞാനത് ആദ്യം കണക്കിലെടുത്തില്ല. ഇനി എന്താ സംഭവം, ഇനി ഇത് കണ്ടിട്ട് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആ സ്നേഹം വെച്ചിട്ട് കമൻ്റ് ഇടുന്നതാണോ എന്ന് വെച്ചിട്ട് ഞാനത് അനങ്ങാതിരുന്നു. പിന്നെയും ഞാൻ വാർത്തകൾ ഇടുന്നുണ്ടായിരുന്നു. കാരണം മനാഫിക്ക കള്ളക്കടത്തുകാരനാണ് മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇട്ട സമയത്ത് ഒരു ചാനൽ, ട്രൂ ചാനൽ എന്തോ പറയുന്ന ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ, അപ്പം അവർക്കെതിരെയും അവരുടെ ഹെഡിങ് തന്നെ കൊടുത്ത് ആ ചാനലിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോഴും അത് മാത്രം കണ്ടിട്ട് നെഗറ്റീവ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തെറി വിളിക്കാൻ വന്ന കുറേ എണ്ണമുണ്ട്. അപ്പം ഞാൻ പേടിച്ചു. കാരണം ഞാൻ പറഞ്ഞത് എന്തെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ ചാനൽ കൊടുത്ത തംബ്നെയിലും ബാക്കി കാര്യങ്ങളുമാണ് ഞാൻ അവിടെ സ്പെസിഫിക് ആയിട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ അത് എൻ്റെ കാര്യമല്ല. ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കൊടുത്ത കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോഴും അതിൻ്റെ ഇടയിൽ വീണ്ടും വന്നു ഈ ഒരു സംഭവം. ഒരു ഇതുപോലെ ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും കൺഫ്യൂഷനായി. കാരണം ഈ ആൾ എന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടല്ലോ എന്ന് തോന്നിയപ്പം അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. അതും തംബ്നെയിലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുള്ള റിപ്ലൈയിലും ബാക്കി കാര്യങ്ങളും ഞാൻ ചോദിച്ചു. ഇങ്ങനെ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് മനാഫ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നതല്ലോ, ചേട്ടൻ മനാഫ് തന്നെ ആണോ എന്ന് ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് ആണെന്ന് പറഞ്ഞതാണ്. ഇങ്ങനൊരു അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്ക് അടക്കം എനിക്ക് അയച്ചു തന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് കമൻറ്റോളികളായി വന്നിരുന്ന ഈ നെഗറ്റീവ് അടിക്കുന്ന നിങ്ങളാരും, മനാഫിക്കയെ പൊക്കിക്കൊണ്ടിരിക്കുന്നവരാരും മനാഫിക്കയുടെ നന്മ എന്താണെന്നുള്ളത് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. ഈ പറയുന്ന നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് കമൻറ്റ്, അല്ലെങ്കിൽ ഞാൻ അന്ന് വീഡിയോ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ചാനലിലടക്കം ഇതുപോലെ കള്ളക്കടത്തുകാരനാണെന്നുള്ള മെസ്സേജ് വന്നുകൊണ്ടിരുന്ന സമയത്ത് അവരൊക്കെ
ആഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് ഈ പറയുന്ന പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ 1% ആൾക്കാരെങ്കിലും വന്ന് അന്ന് നെഗറ്റീവ് പറഞ്ഞ കുറേ എണ്ണം വന്ന് ഇന്ന് പൊക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ 2 വള്ളത്തിൽ കാല് വയ്ക്കുന്ന ഒരു സ്വഭാവം ഞാൻ ചെയ്തിട്ടില്ല. അന്നും ഇന്നും ഞാൻ ഒരേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അർജുൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അർജുൻ്റെ കുടുംബമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല. ഈ കമൻ്റ് എഴുതുന്ന നിങ്ങളുമായിട്ടും അവർക്കൊരു ബന്ധമില്ല. മനാഫയ്ക്കായിട്ട് നിങ്ങളൊരു ബന്ധമില്ല. നമ്മൾ ഈ ഈശു വഴി അല്ലെങ്കിൽ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വഴിയാണ് ഇവരെയൊക്കെ പരിചയപ്പെട്ട് തുടങ്ങിയത്, മാത്രം കയറ്റി തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്നേഹിച്ചു പോയതാണ്, ഒരു സഹോദര തുല്യനായിട്ട് സ്നേഹിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജുൻ വേദനിക്കും, അല്ലെങ്കിൽ അർജുൻ്റെ ആത്മാവൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. ഈ പറയുന്ന ആത്മാവ് പരമാത്മാവ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്, എൻ്റെ വിശ്വാസങ്ങളിലൂടെയല്ലേ എനിക്ക് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കുടുംബം വേദനിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ വേദനിക്കും. കാരണം കുടുംബത്തിന് വേണ്ടി ജീവിച്ച വ്യക്തി തന്നെയാണെന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഭയങ്കരമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോഴത്തേക്ക് ആ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അവരവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടി മനാഫിക്കയും മിണ്ടാതിരിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ വീഡിയോസ് ഇടുന്നതാണ്, യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതല്ല, അല്ലാതെ ചാനലുകൾ വരുന്ന അവരെ കുറിച്ച് പറയുന്നതാണെങ്കിൽ അതില്ലാതെ. കാരണം നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ എന്തിന് നിൽക്കണം മനാഫിക്ക? നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് നല്ല പ്രവൃത്തികൾ കാണും. അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഇട്ടതെന്ന് പറയുന്നത്. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത, മലയാളം പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത കുറേ മലയാളികൾ, അതായത് എന്ത് കേട്ട് കഴിഞ്ഞാലും എന്ത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും ചിലതിനൊക്കെ ദഹിക്കത്തില്ല. അതിനകത്തും തുറന്ന് നമ്മുടെ വായിൽ നിന്ന് അറിയാതെ വീഴുന്ന ഏതെങ്കിലും ഒരു വാക്കി പിടിച്ചു കയറി വലിയൊരു സംഭവം ഉണ്ടാക്കും. ഈ നെഗറ്റീവ് കമൻറ്റോളികൾ തന്നെയാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രയും വലുതാക്കിയെന്ന് പറയുന്നത്. പിന്നെ എന്നെ പറഞ്ഞല്ലോ റീച്ചിന് വേണ്ടി, മറ്റേതിന് വേണ്ടി, മറിച്ചതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും വീഡിയോസ് എടുത്ത് നോക്കും. ഞാൻ 1 മാസത്തിൽ കൂടുതലായതേ ഉള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. ഇതിന് മുന്നേ എനിക്കൊരു ചാനലുണ്ടായിരുന്നു, അത് പോയതാണ്, അതിന് ശേഷം തുടങ്ങിയാണ്. ഈ ചാനൽ എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള തംബ്നെയിൽസ് ഞാൻ, അല്ലെങ്കിൽ വൃത്തികെട്ട തംബ്നെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കുക. നിങ്ങൾ ഈ മഹാന്മാരായിട്ട് വന്നിരുന്ന് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന കുറേ എണ്ണമുണ്ടല്ലോ. എത്രയോ മുഖ്യധാര ഭയങ്കരമായിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 4-5 ലക്ഷം പോണ കുറേയധികം യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ അത് പോയി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്താണ് തംബ്നെയിൽസ്? നമ്മൾ മൂക്കത്ത് വിരൽ, എൻ്റെ രീതി വെച്ചാണ് മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന കണക്കുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ഈ പറയുന്ന തംബ്നെയിലായിട്ട് കൊടുക്കുന്നതുണ്ട്, ആക്ഷേപിക്കുന്നതുണ്ട്. ഒരു പെണ്ണെന്ന് പോലും നോക്കാതെ ആക്ഷേപിച്ച തരത്തിൽ ഇത്തരത്തിലാക്കി വളച്ചൊടിച്ച് വാർത്ത. കാരണം ആ ഒരു കാണുമ്പോഴത്തേക്ക് നെഗറ്റീവ് ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ മാത്രമേ നിങ്ങളൊക്കെ നോക്കത്തുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരെയുള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കമൻ്റ് അടിച്ച് ഇങ്ങനെ വായി തോരാതെ പറയുന്ന വായ്ത്താളം അടിക്കുന്ന നിനക്കൊക്കെ നേരെയുള്ള ഒന്നും കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞല്ലോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുക. അവിടെ അർജുനൊപ്പം കാണാതായ ജഗന്നാഥൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പ്രായത്തിലുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് 3 പെൺമക്കളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ആരും കാണൂലെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. കാരണം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ താല്പര്യം കാണത്തില്ല. അതിനകത്ത് വേറെ എന്തെങ്കിലും വ്യഭിചാരമോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള മസാലയോ അങ്ങനത്തുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് തുറന്നു നോക്കും, സ്വാഭാവികമായിട്ട് തുറന്നു നോക്കും. ഇങ്ങനെയുള്ള കുടുംബത്തിനെ രക്ഷിക്കൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് ജഗന്നാഥന് താങ്ങായിട്ട് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നോക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഇടുന്നതെന്ന് പറയുന്നത്. അതെൻ്റെ മനസ്സാണ്, എനിക്ക് ആ വിഷയത്തിനോട് എനിക്ക് തോന്നിയ ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. ഞാൻ എന്ത്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്തെന്ന് എനിക്ക് മാത്രം അറിയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതാണ്. അല്ല തുമ്പും വാലം കണ്ടിട്ട് നിങ്ങൾ വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും തോന്നില്ല, ഒരു കാര്യവും തോന്നില്ല. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു തെളിവ് ഉണ്ടായതുകൊണ്ട് എനിക്കിത് മുന്നോട്ട് വെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം പറയുന്നു. ഇതിൽ ഈ പറയുന്ന നിങ്ങൾ ചിലപ്പോൾ മതമോ അതും കലർത്താൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് യാതൊരു മതവ്യത്യാസമോ അല്ലെങ്കിൽ ഈ പറയുന്ന കറുത്ത വെളുത്ത അല്ലെങ്കിൽ ജാതിയോ മതമോ രാഷ്ട്രമോ തമ്മിൽ ഒരു വ്യത്യാസം തോന്നാത്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം വിവര ബോധം ഉണ്ടെന്ന് എനിക്ക് സ്വയം എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഒരു കുടുംബം എന്താണ്, എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് എന്താണ്, പോസിറ്റീവ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള എല്ലാ ബോധമുണ്ട്. പക്ഷേ ഒരു കോമൺ സെൻസും കൂടെ ഉണ്ട്. ഇതുപോലൊരു മരണം നടന്ന കുടുംബത്തിനെ എടുത്ത് വലിച്ചിഴയ്ക്കുന്ന സ്വഭാവം വേണ്ട എന്നുള്ളൊരു തീരുമാനം കൂടി എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു പക്വത എനിക്കുണ്ട്, അത് കൃത്യമായിട്ട് എനിക്കറിയാം. അതല്ലാതെ വായി തോന്നുന്ന ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ വിളിച്ചു പറയാൻ ബാക്കിയുള്ളവരെ പോലെ എനിക്കും കഴിയും, ഉറപ്പായിട്ടും കഴിയും. പക്ഷേ അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു സംഭവം എനിക്കിവിടെ ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. കാരണം എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പറയുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന എനിക്ക് മനസ്സിലാവൂ, അതിന് എന്തു ആയിക്കഴിഞ്ഞാലും. അതുകൊണ്ട് അർജുൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ നിങ്ങളെപ്പോലെ കള്ളസ്നേഹമല്ല കാണിച്ചത്, യഥാർത്ഥത്തിൽ ഒരു സഹോദര തുല്യനായി തന്നെയാണ് കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നോവും. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോയ്ക്ക് പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ വലിച്ചഴയ്ക്കാതിരിക്കൂ, അതിനെ വിട്ടേക്കൂ എന്ന് തന്നെ പറഞ്ഞത്. മനാഫിക്കയോട് പറഞ്ഞത്, മനാഫിക്കയെ സ്നേഹിക്കാത്ത ഒരു സ്ഥലത്ത്
സ്ഥാനത്ത് ചുമ്മാതെ നിന്ന് അദ്ദേഹത്തിൻ്റെ വില കളയേണ്ട കാര്യമില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും നൊന്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഓരോ ഇഷ്യൂ വരുന്ന സമയത്തും. അപ്പം അതുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ മാറിപ്പോകുമെന്ന് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും നെഗറ്റീവ് കമൻറ്റോളികളെ നിങ്ങളുടെ തലയിൽ കയറി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ടും കിടന്ന് തുറക്കുവാണെന്നുണ്ടെങ്കിൽ തുറന്നുകൊണ്ടിരിക്കുക.